ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനഃപാഠമാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇന്ന് രാത്രി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ വിശേഷിച്ച് 2 ഭാഗമാണല്ലോ, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകങ്ങളും. അതിൽ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ 21 പുസ്തകങ്ങളും ലേഖന പരമ്പരകളാണ്. ആ ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങളും പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. നമുക്കറിയാം, ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലോസ് എഴുതി, എബ്രായ ലേഖനം കൂടെ ചേർത്ത്. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇതിൽ പൗലോസിന്റെ ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ആഴമേറിയ ഒരു ലേഖനമാണ് റോമാലേഖനം. റോമാലേഖനത്തിലെ വിഷയം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനഃപാഠമാ. അറിവില്ലാത്തവരുടെ അറിവിന് വിശ്വാസത്താലുള്ള നീതീകരണം. പഴയ നിയമ പ്രവചന പുസ്തകത്തിലെ ഒരു വാക്യം, പ്രവചന സൂക്തം എടുത്ത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ഈ വാക്യം കോട്ട് ചെയ്ത് ധന്യനായ പൗലോസ് വിശ്വാസത്താലുള്ള നീതീകരണം അരക്കിട്ടുറപ്പിച്ചു. വിശ്വാസം കൂടാതെ ഒന്നും നടക്കുകയില്ല. അപ്പോൾ ഈ ലേഖനം വളരെ ആഴമേറിയ ലേഖനമാണ് റോമാലേഖനം. ഞാൻ ഇന്ന് രാത്രി റോമാലേഖനത്തെ പറ്റി ഒരു ക്ലാസ് എടുക്കുവാനോ അതിൻ്റെ വിശദീകരണം തരാനല്ല, വായിച്ച വാക്യത്തോട് ബന്ധപ്പെട്ട. പൗലോസ് ഇവിടെ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമ്മൾ വളരെ ലളിതമായിട്ട് ചിന്തിക്കുന്നത്, പൗലോസ് പറഞ്ഞ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. കാരണം സുവിശേഷത്തിന് വിശേഷതയുണ്ട്. ഒരിക്കൽ പൗലോസ് ഈ സുവിശേഷത്തിന് എതിരായിട്ട് നിന്നയാളാണ്. നമുക്ക് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ മേശമേൽ തെരഞ്ഞെടുത്ത, ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്ത ഒരുവനായിരുന്നു സ്തേഫാനോസ്. അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ പോയ ആൾക്കാരുടെ വസ്ത്രം സൂക്ഷിച്ചത് ഇദ്ദേഹമാണ്. ആ വാക്യം കണ്ടെങ്കിൽ ഒന്ന് വായിച്ച് സഹായിച്ചാൽ വളരെ ഉചിതമായിരിക്കും. 7-ാം അധ്യായത്തിലല്ലയോ? ആരാ വാക്യം വായിക്കുന്നു? മോളെ കണ്ടെങ്കിൽ ഒന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ ഒടുവിലാണ് എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. വസ്ത്രം സൂക്ഷിച്ച വാക്യമായിരുന്നു 28 58 അവനെ നഗരത്തിൽ നിന്നും തള്ളി. നിങ്ങൾ പാസ്റ്റർമാരൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ നോക്കിയിരിക്കുക. അവനെ നഗരത്തിൽ നിന്നും തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വച്ചു. ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വച്ചു. അപ്പോൾ ഈ ശൗല് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പോയ ആൾക്കാരുടെ വസ്ത്രം സൂക്ഷിച്ചു വെച്ചയാളെ സുവിശേഷത്തിന് എതിരായിരുന്നെന്നായി പറഞ്ഞത് ഒരു കാലത്ത്. മാത്രമാണോ, ഈ മാർഗക്കാരെ കൊന്നുകളയുവാൻ യെരൂശലേമിൽ ചെന്ന് അധികാരപത്രം വാങ്ങി വന്നവനായ ശൗല്. 9:1-2 വായിച്ചേ മോളെ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട്, അപ്പോൾ സുവിശേഷത്തിനെതിരെ ഭീഷണി മുഴക്കിയ ആളാണ് ശൗൽ. ഒന്ന്, സുവിശേഷ വേലക്കാരനെ കൊല്ലാൻ പോയ ആൾക്കാർക്ക് ഒത്താശ കൊടുത്ത് അവരുടെ വസ്ത്രം സൂക്ഷിച്ചു.
2 സുവിശേഷത്തിന് ഭീഷണിയായിരുന്നു ഈ വ്യക്തി. അടുത്ത വാക്യം. മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം. മുറിച്ച് വായിക്കാതെ സെന്റൻസ് പൂർത്തീകരിച്ച് മോക്ക് വായിക്കാനൊക്കെന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ദമസ്കോസിൽ കാസാവലി ഉള്ളവർ വായിക്കുന്നത് പോലെ വായിക്കാതെ ദമസ്കോസിൽ അങ്ങനല്ല. മോള് പാസ്റ്റർമാരാരിലും ഒന്ന് വായിച്ചതാ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ വായിക്കാതാ. മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. പാസ്റ്റർമാരും വായിച്ചു തരത്തില്ല, മോള് തന്നെ വായിരും. മോള് ഏറ്റെടുത്തല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദമസ്കോസിൽ ഇങ്ങനെ ഇരുന്ന് തരുന്നല്ലാതെ വായിക്കത്തൊന്നുമില്ല. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അപ്പോൾ ഒന്ന്, സുവിശേഷ വേലക്കാരനെ കൊല്ലുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ച ആൾ. 2, സുവിശേഷത്തിനെതിരെ ഭീഷണി മുഴക്കിയ ആള്. 3, സുവിശേഷത്തെ മുടിച്ചു കളയുവാൻ അധികാരികളിൽ നിന്ന് പേപ്പർ സൈൻ ചെയ്ത് മേടിച്ച ആള്. 4, സുവിശേഷ വേലക്കാരനെ കൊന്നത് വളരെ ഇഷ്ടമുള്ളയാള്. 8-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ മോളെ. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായി. അപ്പോ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു, നല്ല കാര്യം ചെയ്തെന്ന് അഭിനന്ദിച്ചു. അതാ 6-8-3 വായിച്ചേ മോളെ. കണ്ണിക. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പാസ്റ്റർമാരിൽ ഒരാൾ വായിച്ചതാ, പെട്ടെന്ന് വായിച്ചതാ. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന്. മോളിനി വായിക്കണ്ട, മോളോട് പണങ്ങിയിട്ടല്ല, അങ്ങനെ വായിച്ച എനിക്കൂടെ കോഴി. ഒരാൾ പാസ്റ്റർമാരാരിലും വായിച്ചതാ, പെട്ടെന്ന് വായിച്ചതാ, സമയവും പോകുന്നു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. അപ്പോൾ ഈ സഭയെ മുടിച്ചു കളഞ്ഞവൻ, സുവിശേഷത്തെ മുടിച്ചവൻ. ഇനി പറഞ്ഞാൽ ആവർത്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ സുവിശേഷത്തിന് എതിരായി, വിരോധമായി, പ്രതികൂലമായി സുവിശേഷത്തെ തകർക്കുവാൻ, സുവിശേഷ വേലക്കാരെ കൊല്ലുവാൻ, സുവിശേഷത്തെ മുടിച്ചു കളയുവാൻ വളരെ ജാഗ്രത പുലർത്തി മതത്തിന്റെ എരിവ് കയറി ജീവിച്ച വ്യക്തിയായിരുന്നു ശൗല്. അധികം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ ആ ശൗല് ഒടുവിൽ സുവിശേഷം വിശ്വസിച്ചു. ഇന്നും ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാര് നമ്മുടെ ഇടയിലുണ്ട്. എങ്ങനെ? സുവിശേഷത്തിന് എതിരായിട്ടുള്ളവര്, സുവിശേഷ വേലക്കാരെ ഉപദ്രവിക്കുന്നവര്, സുവിശേഷത്തെ തകർക്കാൻ നോക്കുന്നവര്, സുവിശേഷ വേലക്കാരെ കൊല്ലുന്നവർക്ക് ഒത്താശ കൊടുക്കുന്നവര്, സുവിശേഷത്തെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? അവര് നശിച്ചു പോകാനല്ല, അവരെ മുടിഞ്ഞു പോകാനല്ല, അവരെ വകവരുത്താനല്ല. പ്രാർത്ഥിക്കേണ്ട വാചകം, ദൈവമേ, ഞങ്ങൾക്ക് വെളിപ്പെട്ട യേശു, ഞങ്ങൾ അനുഭവിക്കുന്ന യേശു, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അവരും അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യണം. അതെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് MLA വേണമെന്നോ MP വേണമെന്നോ പറയുന്നതല്ല അതിന്റെ യുക്തം. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വെളിപ്പെട്ട യേശു അവർക്ക് വെളിപ്പെടും. അവരും ഈ സുവിശേഷത്തെ വിശ്വസിക്കും. നമ്മുടെ മാർഗം തിരിച്ചടിയല്ല, മറുപടി പറയുന്നതല്ല, പ്രതികരിക്കുന്നതല്ല, ആളെ കൂട്ടി അലോഗ്യം ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ മാർഗം പ്രാർത്ഥനയാണ്. ദാവീദുമൊക്കെ അങ്ങനെയാ പറഞ്ഞത്, അവരെന്നോട് ചെയ്യുന്നതിനില്ല, എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. നാം പ്രാർത്ഥിക്കുമ്പോൾ അധികാരികളോട്, വ്യക്തികളോട് ദൈവം ഇടപെടും. അതധികം വിവരിക്കുന്നില്ല. ഇന്ന്
നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാം വളരെ നേരത്തെ വന്നവരാ. എന്നോട് ക്ഷമിക്കുക താമസിച്ച് വന്നതിൽ. റാലിപ്പുഴയിലും വന്നല്ലോ. നിങ്ങളുടെ സമയം അധികം കവർന്നെടുക്കുന്നില്ല, ബാക്കി നാളെയാ. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ മാർഗത്തിൽ വന്ന പൗലോസ്ലീഹ റോമാലേഖന 1-ാം അധ്യായത്തിന്റെ 16 പറയുകയാ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഒരു കാലത്ത് ഇതിനെ മുടിക്കാൻ നടന്നവൻ, ഇതിനെ തകർക്കാൻ നടന്നവൻ, ഇതിനെ നശിപ്പിക്കാൻ നടന്നവൻ, ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവൻ, വീട് കയറി ഉപദ്രവിച്ചവൻ, എരിവ് കയറി അവൻ ഉപദ്രവിച്ചവൻ ഇപ്പോൾ പറയുകയാ എനിക്കിതിനെ പറ്റി ലജ്ജയില്ലെന്ന്. അതാണ് സുവിശേഷത്തിന്റെ വിശേഷത. അല്ല, ഇങ്ങനെ പറഞ്ഞാൽ ചിലർക്ക് ഒരു തെറ്റിദ്ധാരണ, എന്താ ഈ സുവിശേഷം? ശ്രദ്ധിക്കണേ, സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ മതം മാറ്റമല്ല, സഭ മാറുന്നതുമല്ല, സംഘടന മാറുന്നതും മാറ്റുന്നതുമല്ല, അലോഗ്യം ഉണ്ടാക്കുന്നതല്ല സുവിശേഷം, ആരെയും ഉപദ്രവിക്കുന്നതുമല്ല സുവിശേഷം, ജാതി സ്പർദ്ധ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നതല്ല സുവിശേഷം, അപരന്റെ തല വെട്ടിക്കൊണ്ടുവാ വത്സ ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നുവെന്ന് പറഞ്ഞു നിൽക്കുന്നതുമല്ല സുവിശേഷം, മറ്റുള്ളവരുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്ന നല്ല സുവിശേഷം, മറ്റൊരു വ്യക്തിക്ക് ദോഷം വരുത്തുന്നതുമല്ല സുവിശേഷം, തത്വസംഹിതയല്ല സുവിശേഷം, പ്രത്യയ ശാസ്ത്രവുമല്ല സുവിശേഷം. പിന്നെന്താ സുവിശേഷം? ഒറ്റ വാക്കിൽ മറുപടി പറയാം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അത് മറ്റാരുമല്ല, നസ്രായനാകുന്ന യേശു ക്രിസ്തു. ഞാൻ പറയുന്നതിനല്ല, വാക്യം വായിക്കണം. അതിനാ ഞാൻ ദൈവദാസന്മാരോട് പറഞ്ഞ, സഹോദരി പിണങ്ങരുത്, ഉണ്ടല്ലോ. അപ്പം എന്തായാലും ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. ദൈവദാസന്മാരും ഒന്ന് വായിച്ചു തന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം ഇവരെപ്പോഴും ഇത് കൈകാര്യം ചെയ്യുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പം നിർത്തേണ്ടിടത്തും ഊന്നൽ കൊടുക്കേണ്ടിടത്തും ആക്കം കൊടുക്കേണ്ടതൊക്കെ അവർക്കറിയാം. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാം വചനപ്രകാരമാണ്, വചനത്തിൽ നിന്നാണ്. ചില ആൾക്കാർ എന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് പലതുണ്ട്. അതിലൊന്ന്, അയാൾക്ക് പാട്ടില്ലാതെ പ്രസംഗം വരികയല്ലെന്ന്. അത് പാടാതെയും പ്രസംഗിക്കുമെന്ന് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിക്കൂ. അയാൾക്ക് പാട്ടുണ്ടെങ്കിൽ പ്രസംഗം, ഒരാളെ പറഞ്ഞതാണ്. അപ്പം പാട്ടില്ലാതെയും പ്രസംഗം വരും. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് പാടേണ്ട സന്ദർഭം വരുമ്പോൾ അത് ഞാനങ്ങ് പറഞ്ഞു വിടും, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി എന്താണ് സുവിശേഷത്തിന്റെ വിശേഷതകളെന്ന, എന്താണ് സുവിശേഷം? വായിക്കാം. തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അറിവുള്ള വാക്യമായെങ്കിലും വായിക്കുന്നത് വളരെ ഉചിതമാണ്. കാരണം നമ്മൾ ഈ പറയുന്നതൊക്കെ വേദപുസ്തകത്തിലുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയണം. ചിലരൊക്കെ ഇവര് ചുമ്മാ നനച്ചു കെട്ടുന്നതാണ്. ഉദ്ദേശിമാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ലാത്തതും പൊല്ലാത്തതും എല്ലാം പറഞ്ഞ് മനുഷ്യനെ ഉപദ്രവിക്കുക. അപ്പം അല്ല, ഇതെല്ലാം വേദപുസ്തകത്തിലുള്ളതാണ്. ഈ വേദപുസ്തകം ആ കത്തോലിക്കരുടെ കയ്യിലും യാക്കോബക്കാരുടെ കയ്യിലും ഓർത്തഡോക്സുകാരുടെ കയ്യിലും CSIക്കാരുടെ കയ്യിലും മാർത്തോമക്കാരുടെ കയ്യിലും ഇവാഞ്ചലികക്കാരുടെ കയ്യിലും സാൽവേഷൻ ആർമിക്കാരുടെ കയ്യിലെല്ലാം ഇതായിരിക്കുന്നത്. പിന്നെ ചിലരുടെ കയ്യിൽ ഇച്ചിരി കൂടുതലുണ്ട്, അതവരെ കാണുമ്പോഴും അറിയാം. ബാക്കിയെല്ലാം ഈ 66 പുസ്തകമാണ്. അപ്പം ഇത് 66 പുസ്തകത്തിനകത്ത് നിന്നുള്ളതാ ഈ പറയുന്ന ഈ വായിപ്പിക്കുന്നത്. ഇതെന്താ സുവിശേഷം? തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ ബൈബിൾ അടച്ചു വെച്ചേക്കാം, അല്ലേ നിങ്ങൾ പറയും ഞാൻ ഇതിനകത്ത് മനഃപൂർവ്വം എഴുതി ചേർത്ത. പിടിച്ചോ, അതും പിടിച്ചോ. നിങ്ങൾ വായിച്ചാൽ മതി. വായില്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം. അതാ സുവിശേഷം, അതാ സുവിശേഷം. ഈ ഗ്രൗണ്ടിൽ കൂടിയവരോട്, സമീപവാസികളോട്, എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നാട്ടുകാരോട്, ശ്രോതാക്കളോട്, സ്ഥലവാസികളോട് എല്ലാം എനിക്ക് ഓർമ്മിപ്പാനുള്ളത്, ഇത് മതം മാറ്റമല്ല, സഭ മാറ്റമല്ല, സംഘടന മാറ്റമല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മാർഗമല്ല. പിന്നെന്താ സുവിശേഷം? സുവിശേഷം നസ്രയനാകുന്ന യേശു ക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട്. അവിടെ ശ്രദ്ധേയമുണ്ട്. പാസ്റ്ററുടെ പേരെന്തുവാ? മൈക്കിൾ കൂടെ പറ. രാജൻ മൈക്കിൾ. നല്ല പേരാ, പിന്നെ എന്നാ പറയാനൊരു മടി. പേര് കളയരുത്, വാക്യം വായിച്ച് സഹായിച്ചോണം. അപ്പോൾ
ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട്. മരിച്ചിട്ടെന്ന് പറഞ്ഞ് നിർത്തിയില്ല കേട്ടോ, മരിച്ചിട്ട് എന്ന് പറഞ്ഞ് നിർത്തിയില്ലെന്ന് ചേർത്ത് പറയുകയാ. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ സുവിശേഷം, അതാ സുവിശേഷം എന്ന് പറഞ്ഞാൽ ചത്ത് മണ്ണോടടിഞ്ഞ മാർഗമല്ല സുവിശേഷം, ഇത് ഉയർത്ത മാർഗമാണ്. അപ്പൊ എന്താ സുവിശേഷം? സുവിശേഷം ഒരു വ്യക്തിയാ, അത് നസറയ. ആ അപ്പച്ചൻ തന്നെ കസാര കൊണ്ടുപോകുന്ന 2 സഹോദരന്മാരുടെ സഹായിക്ക് 80 കിലോയോ 100 കിലോ തൂക്കമുള്ളവരുണ്ടല്ലോ അവിടെ, ഒന്ന് സഹായിക്കുക. അങ്ങേര് തന്നെ കിടന്ന് വിഷമിക്കുന്നല്ലോ, കണ്ടാ പോലും ഒരെണ്ണം ചെയ്യല. അയ്യോ, എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നപ്പോ ഇതാര് പറയും? അതുകൊണ്ടാ ഈ സഭയിൽ വേറെ ആള് തന്നെ നടത്തുകയാണോ നമ്മള്? എന്ത് എല്ലാവരും എടുക്കപ്പെട്ടോ? ആട്ടെ, അതിലവരോട് ഒന്നിച്ച് കൊടുക്കുകയായിരുന്നു, നല്ലതായിരുന്നു. അങ്ങേര് കടന്ന് ചക്രശ്വാസം വലിക്കുന്നു. ആട്ടെ ആട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? നസറായനാകുന്ന യേശു ക്രിസ്തു. അത് അല്പം കൂടെ വിശദീകരിച്ചാൽ എന്താ സുവിശേഷം? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവെടുത്ത് വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3-ാം വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ശ്രദ്ധിച്ചേ, അവിടെയും ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, അടക്കപ്പെട്ടു, നിർത്തിയില്ല, 3-ാം നാൾ ഉയർത്തു. അപ്പോൾ തിമോത്തിയോസിന്റെ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും എല്ലാം കൊടുത്തിരിക്കുന്ന പദം യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. അതാ സുവിശേഷം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ചില കാര്യമൊക്കെ നോക്കാം. ഞാൻ എപ്പോഴും പറയും, യേശുക്രിസ്തുവിന്റെ ജനനം വിശേഷപ്പെട്ട ജനനമാ. എന്താ? നമ്മുടെ ജനനം പോലല്ല യേശുവിന്റെ ജനനം. ഇവിടെ ലോകത്തിൽ അനേകർ വന്ന് ജനിച്ചു, ജീവിച്ചു, മരിച്ചു. എന്നാൽ യേശുവിന്റെ ജനനത്തിന്റെ ഒരു വിശേഷത, ആ ജനിക്കുന്ന സമയത്ത് ദൈവം ഒരു ദൂതനെ ഇങ്ങോട്ട് അയച്ചു. ആട്ടിടയന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കായിട്ടൊരു ശിശു ജനിച്ചെന്ന്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഒരു വിശേഷത, അവിടുത്തെ തിരുജനനം അറിയിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ ആര് ജനിച്ചപ്പോൾ ആ ദൈവം ദൂതനെ വിട്ടേ? ജനിച്ചു കഴിഞ്ഞ് പലരും ദൂതന്മാരെ വിട്ടിട്ടുണ്ട്, എഴുത്തുമൊക്കെ കൊടുത്ത്. ജനിച്ച സമയത്ത് ആ തിരുപ്പിറവി അറിയിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു. അങ്ങനെ ഒരു ദൂതൻ എന്ന ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ ഒന്ന് വായിച്ച്, അവിടെ ഒരു ദൂതൻ എന്ന വായിച്ചോ. ലൂക്കോസ് 2:8 മുതൽ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രി ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി, അവർ ഭയവശരായി തീർന്നു. അപ്പൊ ശ്രദ്ധിച്ചോ, കർത്താവിന്റെ ഒരു ദൂതൻ, അങ്ങനെ എഴുതിയേക്കണേ, കർത്താവിന്റെ ഒരു ദൂതൻ. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ദൂതൻ അവരോട്, അങ്ങനെ ഒരു പദമുണ്ട്, ദൂതൻ അവരോട്. ദൂതന്മാരെന്നല്ല, പിന്നെയോ ഏകവചനം. അപ്പോൾ ഈ തിരുപ്പിറവിയുടെ സമയത്ത് ഇനിയും കസാര മതി അച്ചായി, പെട്ടെന്ന് കൊണ്ടുപോകുകയല്ല, അന്തരീക്ഷം കെടും. അതുകൂടെ പെട്ടെന്ന് കൊണ്ടുപോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുങ്ങളെല്ലാം ഇരുന്ന് നോക്കുക. ദൈവം നിങ്ങളെ 2 പേരെ അനുഗ്രഹിക്കട്ടെ. തന്നെ പിടിക്കാതെ പുള്ളിയും കൊണ്ടും കൂടെ പിടിപ്പിക്കുക. നല്ല ആരോഗ്യമാ, ദൈവം സഹായിക്കട്ടെ. ഇനിയും മതി, ഇനിയും എല്ലാവരും അവിടെ ഇരിക്കും, ഇപ്പൊ തീരാൻ പോവുക. കസാര കൊണ്ടിട്ട് കഴിയുമ്പോൾ ആശീർവാദം പറയാന്നെ. പിന്നെ അപ്പൊ ശ്രദ്ധിച്ചേ, അവിടുത്തെ തിരുപ്പിറവിയുടെ ജനനത്തിന്റെ വിശേഷത, അവിടുന്ന് ജനിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു. ഇങ്ങനെ ആരുടെ തിരുപ്പിറവി അറിയിച്ചത്? ആരുടെ അറിയിച്ചിട്ടില്ല. മാത്രമാണോ, ഈ ദൂതൻ വന്ന് ഈ സദ്വർത്തമാനം ആട്ടിടയന്മാരോട് അറിയിച്ചു.
അറിയിച്ച കാര്യമെല്ലാം കൂടെ പറഞ്ഞപ്പോൾ അടുത്ത പദമുണ്ട്, പെട്ടെന്ന് ദൂതന്മാരുടെ ഒരു സംഘം തന്നെ അങ്ങോട്ട് വന്ന് നിരന്നു. അടുത്ത വാക്യം വായരെ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. അല്ല, 11 മുതൽ വായിച്ചോ. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തിയ ശിശുവിനെ നിങ്ങൾ കാണുമെന്ന്. അടുത്ത പദം, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, ഒരു വലിയ സംഘം ദൂതനോട് ചേർന്ന്. എങ്ങനെയുണ്ട്? ആദ്യം ഒരു ദൂതൻ ഇങ്ങോട്ട് വന്ന് ഈ വാർത്ത പറഞ്ഞു. വാർത്ത അങ്ങോട്ട് അറിയിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു വലിയ സംഘം ആകാശമണ്ഡലത്തിൽ അങ്ങ് നിരന്നു. വാദ്യ ഉപകരണങ്ങൾ മീട്ടിയും വായിച്ചും ഈ വാർത്ത അങ്ങോട്ട് അറിയിക്കുക. ഇങ്ങനെ ആരുടെ ജനനമാണ് നടന്നേ? ആരുടെ ജനനം നടന്നു? ഇതുപോലത്തെ പാട്ടുകാരല്ല, എന്നെ പോലുള്ളവരുമല്ല. ഇവരൊക്കെ ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരാ. അതെ, ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. പക്ഷേ ഇത് കൈകാര്യം ചെയ്യാൻ ദൈവം ഇത് സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗീയ ദൂതന്മാര് ഒരു സംഘമാ. നമുക്കിവിടെ 1-2 പേരാ, 1-2 പേര്. ഇതിപ്പോ ഒരു വലിയ സംഘം. ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ പാട്ട് പാടുമ്പോൾ തബല ഒക്കുകയല്ല, തബല ഒക്കുമ്പോൾ പാട്ട് ഒക്കുകയല്ല, പാട്ട് ഒക്കുമ്പോൾ ശ്രുതി ഒക്കുകയല്ല, പിന്നെ ചിലപ്പോൾ ഗിറ്റാർ ഒത്തൊന്ന് വരികയല്ല, ഓർഗൺ ഒത്തൊന്ന് വരികയല്ല, ചിലപ്പോൾ ഹാർമോണിയം ശ്രുതി ഒത്തൊന്ന് വരികയല്ല. പണ്ടൊരുത്തന് തബല കൊടുത്തപ്പം ആ തബല തരാൻ പറഞ്ഞപ്പോൾ കൊടുത്തപ്പം വേറൊരുത്തൻ പറഞ്ഞു, എന്തിനാടാ 2 എണ്ണം കൊടുത്ത് 1 കൊടുത്താൽ പോരായിരുന്നു എന്ന്. അവനിതിനെപ്പറ്റി യാതൊരു വെളിവും. ഇത് 2 വേണ്ടായോ? ഇതിനെന്തുവാ പറയുന്നേ? ഇതോ? ഇത് 2 വേണ്ടേ? അപ്പൊ അവൻ ചോദിക്കുക, എന്തിനാ 2 എണ്ണം കൊടുത്ത് 1 കൊടുത്താൽ പോരായിരുന്നു? അപ്പൊ ആരോ മനസ്സിലായി, ഇവൻ ഇതിനെപ്പറ്റി യാതൊരു വെളിവും ഉള്ളവനല്ല. നിങ്ങൾ നോക്കുമ്പോ ഇത് ചുമ്മാ ഇരുന്ന് കൊട്ടുക. ഇതൊക്കെ പഠിച്ചാ ചെയ്യുന്നത്, പഠിച്ചിട്ടാ, കഷ്ടപ്പെട്ട് പഠിച്ചാ ഇത് ചെയ്യുന്നത്. സ്തോത്രം. അപ്പൊ ഇവിടെ പലപ്പോഴും ചില ഗാന ശുശ്രൂഷയ്ക്ക് തന്നെ ഏത് പാട്ടാന്ന് പോലും അറിയത്തില്ല, തിരിയത്തുമില്ല, അറിയത്തുമില്ല ചിലയിടത്ത് ചെന്നാൽ. ഞാനതുകൊണ്ട് ഞാൻ പാടുന്നതൊന്നും പറയത്തില്ല. ഇങ്ങനെ പറയുമ്പം ഞാൻ പറയുമ്പം കഴിഞ്ഞ് ഇവർക്ക് ഞാൻ വായിക്കാൻ അവസരം കൊടുക്കാം, അന്നേരം അത് കൂട്ടണം. അങ്ങനെ ആ പുസ്തകത്തിലെ പ്രമാണോ, സംഗീതക്കാര് മുമ്പിലും വീണക്കാര് പിമ്പിലും. ചിലയിടത്ത് എന്നാൽ ഏത് പാട്ടാന്ന് പോലും നമുക്ക് അറിയത്തില്ല. പിന്നെ പാടുന്നവർക്കും കൊട്ടുന്നവർക്കും ഇന്ന പാട്ടാന്ന് അറിയാവുന്നതുകൊണ്ട് അവരൊരു പരുവത്തിന് അങ്ങ് പോകുക. മിക്കയിടത്തും അങ്ങനെ. ആട്ടെ, ഞാൻ അതിപ്പം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. നമുക്ക് നാളെ പാടാം. ഇന്ന് സമയം പോയത് കൊണ്ടാ. എന്നാലും ഞാൻ ചിലപ്പോൾ ഇടയ്ക്കൊന്ന് പാടിയെന്ന് ഇരിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, ആ തിരുപ്പിറവി ആദ്യം ഒരു ദൂതനെ ദൈവം ഇങ്ങോട്ട് വന്ന് അറിയിച്ചു ആട്ടിടയരോട്. ആട്ടിടയന്മാർ വന്ന് ഈ കാര്യമെല്ലാം കൂടെ പറഞ്ഞപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ ദൂതന്മാരുടെ ഒരു സംഘം, എന്റെ ഭാവനയാ, ആകാശമണ്ഡലം മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞു. ആ ശിശു ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുക. ആട്ടിടയന്മാരും വന്നു, അമ്മ മറിയവും കൂടെയുണ്ട്, ഔസേപ്പും ഉണ്ട്. സ്തോത്രം. അന്തരീക്ഷം നോക്കണം, പശുത്തൊട്ടിയാ. ദൂതന്മാരുടെ ഒരു സംഘം ഇങ്ങോട്ട് വന്നു. 1-2 കിൽപ്പം കടയില്ലാത്ത ദൂതന്മാരല്ല. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ ഇപ്പൊ തന്നെ അടുപ്പമുള്ള ചായ കൊടുക്കാൻ തോന്നും, ആ പരുവക്കേട് കണ്ടാൽ. ദൂതന്മാരങ്ങനാണോ? അയ്യോ, ദൂതന്മാരുടെ ആ വരവ് തന്നെ എന്തോ തേജസ്സ. ഇങ്ങനെ ആ പുസ്തകത്തിൽ വാക്യം, ശക്തിയും ബലവും അറിയ ദൂതന്മാർ. ആ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മളെ പോലാണോ ദൂതന്മാരെ സൃഷ്ടിച്ചത്? ഓ, താമ്രമണി, വീതരക്തം, വൈഡൂര്യം, മാണിക്യം, നഖവർണി, പുഷ്യരാഗം, ഗോമേതക ഇത്യാദി രക്തങ്ങളാലൊക്കെ. അങ്ങനെയല്ലയോ യഹസ്കേൽ പ്രവചനം 28-ന്റെ 16 മുതൽ വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. യഹസ്കേൽ 28:16 മുതൽ താഴോട്ട് ഓടിച്ചു വായിച്ചോ. ക്രൂപകയുടെ കാര്യമാ പറയുന്നത്. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം. കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിര്. സോർ രാജാവിനെ കുറിച്ച് നീ ഒരു വിലാപ. നിന്നെ സൃഷ്ടിച്ച
അതാണോ നിന്നോടാണോ? ഞാനല്ലേ പറഞ്ഞു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ ആ. നിങ്ങൾ നീതികേട് കണ്ടതുവരെ ആ. നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. പിന്നെ നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം ആ. സാഹസം കൊണ്ട് നിറഞ്ഞു. ആ. നീ പാപം ചെയ്ത ആ. അതുകൊണ്ട് ഞാൻ നിന്നെ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെ നീ ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അടുത്തത് മറയ്ക്കുന്ന കരൂപേ ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യം നിന്ന് മൂടിക്കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. ദൂതന്മാർക്ക് സൗന്ദര്യമുണ്ടായിരുന്നു. നിന്റെ സൗന്ദര്യമത്തം ഹൃദയമൊക്കെ ഗർവിച്ചു. പിന്നെ നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. നല്ല പ്രഭയുണ്ടായിരുന്നു, സൗന്ദര്യം ഉണ്ടായിരുന്നു, പ്രഭയുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ടു രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. നിന്റെ അകൃത്യബാഹുല്യം കൊണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ മുകളിൽ വാക്യമുണ്ട്, ഇത്ര രക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ചെന്ന. അതേതാ വാക്യമാണ്? 13. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദേനിലായിരുന്നു. നീ ദൈവത്തിന്റെ തോട്ടമായിരുന്നു, ഏദേനിലായിരുന്നു. താമ്രമണി, പീതരത്നം, പിന്നെ വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. ഇതെല്ലാം മുതലാന്ന് അങ്ങനല്ലേ എഴുതിയേക്കുന്ന? മുതലായ. ആരോട് പറയാം? അപ്പൊ പ്രഭയുള്ളവരും തേജസ്സുള്ളവരും ശക്തിയുള്ളവരും ബലമേറിയവരാ ദൂതന്മാര്. നല്ല കരുത്താ. ഒരു ദൂതനോട് ദൈവം പറഞ്ഞ അശൂർ പാളയത്തിലോട്ട് പോയിച്ചു വരാം. അവൻ ചെന്ന് ഒറ്റയടി 1,85,000. ആട്ടെ, വിവരിക്കുന്നില്ല. ദൂതന്മാരുടെ വകുപ്പും പലതുണ്ട്. ദൂത് പറയുന്ന ദൂതന്മാര്, യുദ്ധം ചെയ്യുന്ന ദൂതന്മാര്, അതുപോലെ ആരാധിക്കുന്ന വകുപ്പാണ് ഇപ്പം വായിച്ചത്. ദൂത് പറയാൻ പോകുന്നതിന്റെ അതിന്റെ നേതാവാ ഗബ്രിയേല്. യുദ്ധം ചെയ്യുന്നവരുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ദൈവം ദൂതനെ ഇറക്കി ചെയ്യും. അതിന്റെ നേതാവാ മീഖായേല്. ഇന്ന് രാത്രിയും മീഖായേലിനെ ദൈവം ഇവിടെ ഇറക്കും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി. ഇവിടെ പോലീസും വേണ്ട, ഗൂർഖയും വേണ്ട, നമ്മള് കാച്ചട്ട ഇട്ടുകൊണ്ട് കുറുവടിയായിട്ട് ആളിനെ ഒന്നും ഇവിടെ നിർത്തണ്ട. ഇവിടെ പ്രശ്നം ഒന്നും വേണ്ട. ദൂതൻ ഇവിടെ ഇറങ്ങും. എല്ലാവർക്കും ഒന്നും വിശ്വാസമില്ല. ആട്ടെ, ഇറങ്ങട്ടല്ലേ. കുറഞ്ഞതൊരു ദൈവത്തിന്റെ പൈതലിന്റെ കൂടെ 2 ദൂതന്മാരെങ്കിലും ഉണ്ട്. അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നാ. എന്തിനാ? നിന്റെ കാല് കല്ലിത്തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിക്കും. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. നീ ആരാധിക്കുന്ന സഭയ്ക്ക് ചുറ്റും ദൈവം ദൂതനെ അയക്കും. നീ ഇരിക്കുന്ന ഇടത്തിന് ചുറ്റും ദൈവം ദൂതനെ അയക്കും. അന്ന് മാത്രമല്ല, ഇന്നും അയക്കും. യഹോവയുടെ ദൂതൻ പാളയമറിഞ്ഞ് അവരെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ദൂതന്മാരെ ഞാൻ വിവരിക്കുന്നില്ല, ദൂതന്മാരല്ലല്ലോ വിഷയം. അപ്പോൾ ദൂതന്മാരുടെ ഒരു സംഘം അങ്ങോട്ട് വന്ന് പാട്ട് പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്. ഇങ്ങനൊരു തിരുപ്പിറവി, ആരുടെ തിരുപ്പിറവി ഉണ്ടായിട്ടുണ്ട്? ദൈവം ദൂതനെ അയച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു സംഘം ദൂതന്മാർ വന്നു. അതാ യേശുവിന്റെ ജനനമൊക്കെ വലിയ വിശേഷമാണ്. ഓടിച്ച് മുമ്പോട്ട് പോകാം. എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ ഈ സുവിശേഷം? എന്തിനാ സുവിശേഷം? ഒറ്റവാക്കി പറയാം, സകല മനുഷ്യനും രക്ഷപ്പെടാൻ. തീത്തോസ് 2:11 വായിക്കണം. അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. എന്തിനാണ് സുവിശേഷം? സുവിശേഷം സുഗുജോണിന് എന്തായാലും ആദായം ഉണ്ടാക്കാനല്ല, ഈ പാട്ടുകാർക്ക് ഈ സ്റ്റേജിലൊന്ന് വിലസാനല്ല, പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് കസർത്ത് കാണിക്കാനല്ല, ഈ ദൈവദാസന്മാർക്ക് സ്റ്റേജിലൊന്ന് ഇരുന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണാനല്ല. ഇവിടെ വന്നിരിക്കുന്ന ഈ ആൾക്കാർ ഒരു തൊഴിലുമില്ലാത്ത, ഒരു പോക്കടവും ഇല്ലാത്ത കുറെ എണ്ണം വന്നിരിക്കുന്ന അല്ലല്ല, എല്ലാവർക്കും ഉത്തരവാദിത്വവും ബന്ധപ്പാടുമുള്ളവരാ ഈ പാട്ടുകാർ. അവരും ഒരു പണിയില്ലാതിരിക്കും ല്ല, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവര്. ആ സെറ്റും എല്ലാം മേടിച്ചു വെച്ച് ഒരു ജോലിയില്ലാതിരിക്കുക, എന്നാ ഇറക്കിയേക്ക. അല്ലല്ലല്ല. എന്തിനാ പിന്നെ സുവിശേഷം? സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യനും രക്ഷപ്പെടാൻ. വായിച്ചേ തീത്തോസ് 2:11. സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. മതിയല്ലോ. ആമൻ. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആമൻ. കല്ലിയൂരുള്ള സകല ആൾക്കാരും രക്ഷപ്പെടണം. തിരുവനന്തപുരം ജില്ലയിലുള്ള സകല മനുഷ്യനും രക്ഷപ്പെടണം. കേരള സംസ്ഥാനത്തിലെ സകല മനുഷ്യനും രക്ഷപ്പെടണം. ഇന്ത്യ രാജ്യത്തിലെ സകല മനുഷ്യനും രക്ഷപ്പെടണം. ലോകത്തുള്ള സകല മനുഷ്യനും രക്ഷപ്പെടണം. ഒരു ഏരിയയിലോ പഞ്ചായത്തോ വാർഡോ സംസ്ഥാനമോ രാജ്യമോ മാത്രമല്ല, ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന സകല വ്യക്തികളും രക്ഷപ്പെടണം. അതിനെ സുവിശേഷം. അല്ലാതെ ഒരു ഏരിയയിലോ ഒരു വിഭാഗക്കാരോ ഒരു മതക്കാരോ ഒരു സംഘടനക്കാരോ ഒരു സംഘക്കാരുടെ രക്ഷയ്ക്കല്ല, മുഴു ലോകത്തിന്റെ രക്ഷയ്ക്കാ സുവിശേഷം.
അപ്പൊ എന്താ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കണ്ടേ? നമ്മളിത് പറയുമ്പോൾ എന്നാ സുവിശേഷം? അണ്ട് അവിടെ പോയി പറ, നിങ്ങളുടെ ആൾക്കാർ അവിടെ ഉണ്ട്, കേൾക്കട്ടെ. ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നെ നമ്മുടെ ആൾക്കാർ എന്നാ സുവിശേഷമല്ലേ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആണ്ട കേൾക്കാത്തവരവിടെ ഉണ്ട്, അങ്ങോട്ട് ചെല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ തട്ടുക. അപ്പം മറുപടി ആരാ ഇത് കേൾക്കേണ്ടത്? അയ്യോ, വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും വായിച്ചു. ആരാ ഇത് കേൾക്കേണ്ടത്? 16-15. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ചു. ഒന്ന്, സകല സൃഷ്ടികളും ഇത് കേൾക്കണം. അതെന്തിനാ സകല സൃഷ്ടികളും കേൾക്കുന്നത്? സൃഷ്ടിയെല്ലാം ഞരങ്ങിക്കൊണ്ടിരിക്കുക വിടുതൽ കിട്ടാൻ. ഇറ്റുനോവോടെ ഞരങ്ങുന്ന ഒരു പാട്ടുണ്ട്, സർവ്വ സൃഷ്ടികൾ ഏകമായി ഏങ്ങിടും രോദനം. നിങ്ങൾക്ക് ആ പാട്ടറിയാമെങ്കിൽ ഒരു പരിപാട് മോനെ. സർവ്വ സൃഷ്ടികൾ ഏകമായി ഏങ്ങിടും രോദനം കേൾക്കണേ. ഞാനപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. ആ പാട്ട് പാട്. വെള്ളം വെച്ചിട്ടതാ, അതിനകത്ത് തരരുത്. സർവ്വ സൃഷ്ടികൾ ഏകമായി ഏങ്ങിടും രോദനം കേൾക്കണേ. രക്ഷകാനി വന്നിടാതെ ഇച്ചിരിയിൽ എന്ത് ശാന്തി ക്ഷിപ്രമായി എഴുന്ന. കേട്ടിട്ടുണ്ടോ? എന്നാ പാടണ്ട, വെള്ളം താ, നാളെ നമുക്ക് പാടാം. അപ്പൊ ഈ സകല സൃഷ്ടികളോടും ഈ സുവിശേഷം അറിയിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ സൃഷ്ടികളെല്ലാം ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഈ സൃഷ്ടിക്ക് ഒരു വിടുതലുണ്ട്. അതന്നെ, ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. ആദമനോട് ദൈവം പറഞ്ഞു, പാപം പ്രവേശിച്ചപ്പോൾ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്. അതാണ് വെളിപ്പാട് 5-ലൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഈ സൃഷ്ടികൾക്കെല്ലാം ഒരു വീണ്ടെടുപ്പുണ്ട്. അതൊക്കെ തിരുവചനത്തിലെ ഉപദേശ വിഷയങ്ങളാ. സർവ്വ മൃഗജാലങ്ങൾക്കൊരു ഒരു വിടുതൽ കിട്ടുന്നുണ്ട്. ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും മൃഗമൊക്കെ സംസാരിക്കും. വെളിപ്പാടിലും അങ്ങനെ ഉണ്ടല്ലോ, മൃഗം സംസാരിച്ചെന്നല്ലേ, അല്ലാതെ സംസാരിക്കും. പശുവൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നതാ. ഇപ്പൊ ഇത് പാപം ചെയ്തേ, പിന്നെ പശു പാപം ചെയ്തെന്നല്ലേ, തന്തയും പാപം ചെയ്തതാ. അത് പശുവിനും ദോഷമായി. എന്നാലും പശു വിളിക്കും അമ്മ ഇല്ലേ, ഉടനെ അമ്മ വരുന്നടി, ഞാനിന്ന് കഴിഞ്ഞേച്ചു ഉണ്ടോ. എന്ത് കൃത്യമായിട്ടാ സംസാരം. പട്ടി വിളിക്കുകയല്ലേ, പട്ടീന്റെ ഉടമസ്ഥനാ ബാബു എന്നാ അവനെ വിളിക്കുന്നത്. അപ്പൊ ക്ലിയർ ആകുന്നില്ല, ബാബു. അയ്യോ, പുസ്തകത്തിൽ വാക്യമില്ലയോ കഴുത സംസാരിച്ചെന്ന്. നിങ്ങൾ എന്നെ അതിശയോക്തി എടുക്കുന്നേ. അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്നു. അത് ബിലിയാമിനോട്, എന്റെ മോന് ഉപദേശി, നീ എന്നെ ഈ 2 വട്ടം പഠിപ്പാ, ഞാൻ നിന്നോട്, നീ ഇത്രയും കാലം എന്റെ മുതുകത്ത് കയറി അല്ലയോടാ ഈ ശുശ്രൂഷയ്ക്ക്, എന്നിട്ട് നീ ഇപ്പൊ എന്നെ തല്ലുന്നോടാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. മാത്രമാണോ വായിച്ചേ 13:10, മർക്കോസ് 13:10. ആരോട് പറയണം സുവിശേഷം? 13:10. എന്നാൽ സുവിശേഷം മുൻപേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടത്. സകല ജാതികളോട് സുവിശേഷം പ്രസംഗിക്കണം. ജാതിയും മതവും വർഗവും വർണ്ണമൊക്കെ മനുഷ്യനൊപ്പിച്ചതാ. കുറെ പേര് മുഖത്തിൽ നിന്ന് വന്നെന്നോ, നെഞ്ചിന്റെ അവിടെ നിന്ന് വന്നെന്നോ, വയറിന്റെ അവിടെ വന്നെന്നോ, കാലിന്റെ അവിടെ നിന്ന് വന്നെന്നോ, പിന്നെ കുറെ വന്നത് എവിടാന്നാന്ന് പോലും പറയുന്നില്ല. ഏതിലേലും വരട്ടെന്ന്. എടാ പൊട്ടങ്കണാപ്പാ, ഇത് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാ മനുഷ്യനെ. ആണെന്ന് മണ്ണുകൊണ്ട് മനുഷ്യനെ മടഞ്ഞവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി ദൈവം സൃഷ്ടിച്ചതാ. അത് മണ്ണുകൊണ്ടാ. അതുകൊണ്ടല്ലയോ മണ്ണിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഇത് ലയിക്കുന്നത്. പ്ലാസ്റ്റിക് ഇപ്പോഴും മണ്ണിൽ ലയിക്കുന്നില്ലല്ലോ, കാരണം അത് വേറെയാ. ഇത് മണ്ണിൽ നിന്ന് എടുത്ത്. അതുകൊണ്ട് ആ പുസ്തകത്തിലെ വാക്യം, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. 9-ന് നിർത്താം, 9:30 നിർത്താം. നിങ്ങൾ തർക്കിക്കണ്ട, 9:30 നിർത്താം. എന്തുവാ പിന്നെ പറഞ്ഞു? ഇതിനിടെ വേറെ കാര്യം എന്നാ? ഇത് കേക്ക്, ഇതല്ലേ നല്ല കാര്യം. ഞാൻ പെട്ടെന്ന് നിർത്താം, പെട്ടെന്ന്. പാസ്റ്റർ പോയിച്ചു വാ. അപ്പൊ ശ്രദ്ധിച്ചേ,
എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. എല്ലാവരും രക്ഷപ്പെടണമെന്ന്. ഒരു കൂട്ടർ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? എല്ലാവരും രക്ഷപ്പെടണം. ഇവിടെ ഇരിക്കുന്നവരും എന്നെ കേൾക്കുന്നവരും സമീപവാസികളും സ്ഥലവാസികളും അയലത്തുള്ള ഭവനത്തിലുള്ളവരും ബിസിനസ് ചെയ്യുന്നവരും വാഹനം ഓടിക്കുന്നവരും വ്യാപാരം ചെയ്യുന്നവരും ഈ സ്റ്റേജിലിരിക്കുന്നവരും ഗായക സംഘക്കാരും മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരും വീഡിയോ പകർത്തുന്നവരും ദൂരത്തിരുന്ന് കേൾക്കുന്നവർ ഇതിന് ശേഷം കാണുകയും കേൾക്കുകയും സകല മനുഷ്യനും രക്ഷപ്പെടണം. അതിനാ സുവിശേഷം. അപ്പൊ ഇതാരാ കേൾക്കേണ്ടത്? കേൾക്കേണ്ടത് സകല ജാതിയും കേൾക്കണം, എല്ലാവരും കേൾക്കണം. അതിനാ എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. മറ്റു കാര്യമൊന്നും എല്ലാവരും കേൾക്കാൻ കൊള്ളുകയല്ല. കേട്ടിട്ടില്ലേ അപ്പനും അമ്മയല്ലേ പ്രായമുള്ളവർ വർത്താനം പറയുമ്പോൾ പിള്ളേർ വന്നിരിക്കുമ്പോൾ ചെല്ലി ചോദിക്കില്ലേ, എന്തുവാടാ കീഴേ വന്നിരിക്കുന്നത്? മൂത്തവര് വർത്താനം പറയുന്നതിൻ്റെ എന്നാ കേൾക്കാൻ? അപ്പൊ മൂത്തവര് കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ ഇല്ലേ? എന്നാ നിങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നേ? അങ്ങനെ ചോദിക്കുകയല്ലേ? പ്രായമുള്ളൊരു വർത്താനം പറയുന്നതിൻ്റെ കീഴേ. അപ്പൊ പ്രായമുള്ളവർ പറയുന്നതെല്ലാം അത്രയും സാധനങ്ങളാണ്. ഇപ്പൊ നേരെ തിരിച്ചു പിള്ളേര് അമ്മച്ചി എന്തിനാ ഞങ്ങൾ പറയുന്നതിനിടെ കയറി. അപ്പൊ കൊച്ചുങ്ങൾ വേറെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാവർക്കും കേൾക്കാൻ കൊള്ളുകയല്ല. എന്നാൽ എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന ഒരു വാർത്തയാ സുവിശേഷം. അപ്പച്ചനും കേൾക്കാം, അമ്മച്ചിക്കും കേൾക്കാം, കൊച്ചിനും കേൾക്കാം, കൊച്ചുങ്ങൾക്കും കേൾക്കാം, ഭാര്യയ്ക്കും കേൾക്കാം, ഭർത്താവിന് അല്ല ഒന്നിച്ചിരുന്ന് കേൾക്കാം. എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാവുന്ന നല്ല ഒരു വാർത്ത, ഒരേ ഒരു വാർത്ത, അതാണ് സുവിശേഷം. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. ആരാ പറയണ്ടേ? പറയേണ്ടത് ആരാ? ചെല്ല് ധരിച്ചു വെച്ചേക്കുന്ന ഉപദേശിമാരെ. അതിനായിട്ട് ഉപദേശിമാര് മാത്രമല്ല, എല്ലാവരും ഇത് പറയണം. പത്രോസിന്റെ 1-ാം ലേഖനം 2:18 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് ആ വാക്യം വായിച്ചോ 9 വായിര്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. നിങ്ങളോ അതാ നിങ്ങളോ. ആരാ നിങ്ങള്? 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേച്ച് പിന്നെ ഇത് വായിക്കണം. നിങ്ങളെ വിളിച്ചവനെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. 1-ാം അധ്യായത്തിന്റെ 1 വായിച്ചേച്ച് പിന്നെ ഇപ്പൊ ഇത് വായിക്കണം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദ്വാനിയയിലും ആസ്യയിലും ബിഥൂനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നവനുമായി വൃതന്മാരായവർക്ക് എഴുതുന്ന. പാസ്റ്റർമാർക്ക് എഴുതുന്നല്ല, യേശുവിന്റെ രക്തത്താൽ കടുകൽ പ്രാപിച്ച സകലരോടുമായി പറയുന്നേ. അല്ലാതെ ഉപദേശമാരോടോ അച്ഛന്മാരോടോ മാത്രമല്ല, സകല വിശുദ്ധന്മാരോടുമാ പറയുന്നത്. എന്ത്? നിങ്ങളോ. ഇനി 2:9 നിങ്ങളോ. വായിര്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പോൾ വിളിക്കപ്പെട്ട എല്ലാരും ഇത് ഘോഷിക്കണം. ഇതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കൊടുത്തിരിക്കുന്നതല്ല. അപ്പോൾ ആരാ സുവിശേഷം പറയേണ്ടത്? യേശുവിന്റെ രക്തത്താൽ കടുകൽ പ്രാപിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ ദൈവകൃപയിൽ വന്ന സകല മനുഷ്യരും സുവിശേഷം അറിയിക്കണം. അല്ലാതെ ഞായറാഴ്ച മാത്രം തള്ളിക്കൊണ്ട് വന്നേച്ച് കരുനാ പൊങ്ങും പോലെ ഒന്ന് പൊങ്ങി ഒരു കുടച്ചിലും കുടഞ്ഞേച്ച് പോകാനല്ല. സകല മനുഷ്യനും ഇത് അറിയിക്കണം സുവിശേഷം. ആട്ടെ, വിവരിക്കുന്നില്ല. എങ്ങനെയാ സുവിശേഷം അറിയിക്കേണ്ടത്? എങ്ങനെ അറിയിക്കണം? വായിച്ചേ. തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമായിരുന്നു. ഇത് വിധ കൊണ്ട് അറിയിക്കുന്നതിന്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. കുറെ വാക്യം മാത്രം നിന്നോണ്ട് പറയുകയല്ല. മത്തായി 3:4, 4:5, 5:7, 7:8, 3 അങ്ങനെ വചനം നല്ലതാ. പക്ഷെ ചുമ്മാ ഇങ്ങനെ വാക്യം പറഞ്ഞാൽ കാര്യം നടക്കുകയല്ല. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും. അപ്പൊ ഇത് അറിയിക്കേണ്ടത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയവും വേണം. മൂന്നും വേണം. ശക്തിയും വേണം, പരിശുദ്ധാത്മാവും വേണം, ബഹുനിശ്ചയം. ഇങ്ങനെ ഇത് അറിയിക്കണ്ട.
സ്തോത്രം. വിവരിക്കുന്നില്ല, നിർത്തുക, ഓടിച്ചു നിർത്തുക. ഇങ്ങനെ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോട് അറിയിക്കുമ്പം നിങ്ങൾ അങ്ങനെ കേൾക്കണം. 6-ാം വാക്യം. എല്ലാത്തിനും വാക്യമുണ്ട്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അങ്ങനെ ഇത് കേൾക്കേണ്ടത്. ചിലതിന്റെ ഇരിപ്പ് കണ്ടാ ഉള്ള വാക്യവും കൂടെ നമ്മൾ മറന്നു പോകും. ആ നോട്ടവും മോന്തയും ഇരിപ്പും പടുതിയും കണ്ടാൽ ഇന്നാളൊരു തനിരിക്കുന്നതാണ്. എങ്ങനെ ഇരിപ്പ്? ഇത് സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായ വചനമാണ്. ഇത് ക്രിയ ചെയ്യുന്ന വചനമാണ്. ഇത് ജീവിപ്പിക്കുന്ന വചനമാണ്. അങ്ങനെയുള്ള ഈ വചനം ദൈവദാസന്മാർ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ പറയുമ്പോൾ എങ്ങനെ കേൾക്കണമെന്ന 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അല്ലാതെ മോന്തയും വീർപ്പിച്ച് കൈപ്പുള്ള കഷായം കുടിച്ച പ്രതീതിയിലല്ല വചനം ചെല്ലിരിക്കുന്നതാണ്. അങ്ങനെ ഇരുന്നാൽ തന്നെ അങ്ങ് മസിൽ പിടിച്ച് സന്തോഷത്തോടെ തിരുവചനം കൈകൊള്ളണം. ഓടിച്ചു നിർത്താം. കൃത്യസമയത്ത് ഇന്ന് നിർത്തും. നാളെ ആരാ? സൂജോൺ പാസ് ആരാ? അയ്യോടി ഇല്ലേ? അതിന് അവിടെ പോയിരിക്കുന്നേ. ആദ്യം പോകുന്നവരെ പിടികൂടാനായിരിക്കും. ആയിക്കോട്ടെ, ഇരുന്നു, നല്ല കാര്യം, അവിടെ ഇരിക്കേ. പിന്നെ നാളെ ഇച്ചിരി നേരത്തെ തരണേ സമയം. എന്താ തരുമോ? തരികയല്ലെന്നാന്നോ? തരുമെന്നാണ്. ആട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടാ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഓടിച്ച് പറയാം. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സർവ്വ സൃഷ്ടികളും സകല ജാതികളും. ആരാ പറയേണ്ടത്? രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും ഇത് പറയണം. എങ്ങനാ പറയേണ്ടത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. 6 എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. ഞാനിപ്പം പ്രധാനമായിട്ട് 6 പോയിന്റ് പറഞ്ഞു. 7 എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? 7ാമത്തെ മെയിൻ പോയിന്റ് അതാണ് നമ്മുടെ കുറുവാക്യവും. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പൊ എന്താ ഇതിന്റെ വിശേഷത? അത് ഒരു 7 കാര്യം പറയാം. അപ്പൊ 7 ഈ വെളിപ്പാട് പുസ്തകത്തിൽ 7 കട വലിയ പട്ടിക ഉള്ളത് പോലെ ഞാൻ 7 പ്രധാന പോയിന്റും 7ാമത്തെ പോയിന്റിന് 7 ഉപപോയിന്റും മതി. നേരം സമയമാകും. അപ്പൊ ഈ സുവിശേഷത്തിന്റെ വിശേഷത പൗലോസ് പറയാ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതെന്നെ അങ്ങനെ പറയാൻ കാര്യം, ഒന്ന്, ഈ സുവിശേഷത്തിന് വിശേഷതയുള്ളതാണ്. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? നമുക്കൊരു 7 കാര്യം ചിന്തിക്കാം. ഒത്തിരി ഉണ്ട്. ഞാനാന്ന് എൻ്റെ നോട്ട് ബുക്കിനകത്തൊക്കെ ഒരു 10-25 എണ്ണം കുറിച്ച് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, നാളെ ബാക്കി പറയാമോ? ഇപ്പോൾ ഒരു 7 എണ്ണം മതി. ഗുണമാകാനാന്ന് ഇത് തന്നെ മതി, നന്നാകാനാന്ന് ഇത് തന്നെ അധികമാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത ദൈവദാസൻ വായിച്ച് സഹായിക്കണേ. ദൈവത്തിന് മഹത്വം. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. അതാ ഇപ്പം വായിച്ച കുറുവാക്യം ഒന്നുകൂടെ വായിച്ചു. നമ്മുടെ കുറുവാക്യം ഒന്നുകൂടെ വായിച്ചോളാം. റോമാലേഖനം 1-ാം അധ്യായം 16 കുറുവാക്യം വായിര്. എല്ലാം മറന്നോ? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന്റെ 1ാമത്തെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, അവൻ രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അപ്പൊ ഒന്ന്, സുവിശേഷം രക്ഷിക്കും. ഈ രക്ഷ കരസ്ഥമാക്കുവാൻ ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട.
ആടിനെയും കൊടുക്കണ്ട, മാടിനെയും കൊടുക്കണ്ട, കാടും കൊടുക്കണ്ട, അരിയും മണിയും തുണിയും കിണിയും ഒന്നും കൊടുക്കണ്ട, ഒന്നും വേണ്ട. കൊടുത്താ ഏക്കുകയിലെന്ന്. അതിനാ ഈ പുള്ളി അല്ലയോ ഇതെല്ലാം സൃഷ്ടിച്ചത്, പിന്നെ അതിൽ നിന്ന് നീ ഇമ്മിണി എടുത്ത് അങ്ങോട്ടും കൊടുത്താൽ പുള്ളി ചിരിക്കും. 2-ാം സങ്കീർത്തനത്തിൽ സ്വർഗത്തിരിക്കുന്നത് ചിരിക്കുന്നു. അതിനാ ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ മുഴുവനും ഉണ്ടാക്കിയ ദൈവം. ആ ദൈവത്തിന് നീ കൊണ്ടുപോകാൻ ഒരാട്, ആടിനെ അന്നെ പിടിച്ച് വലിച്ചാൽ പോലും അതിങ്ങനെ നിൽക്കുക. നമ്മൾ മേരിക്കുട്ടി ഇതെവിടെ ദൈവത്തിന് കൊടുക്കുക, ആടിങ്ങനെ നിൽക്കുക. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ നശിച്ച ആട് വരത്തില്ല, പിടിച്ച് വലിക്കുക ദൈവത്തിന്. അന്നേരം പോത്തച്ഛൻ പോത്തുമായിട്ട് വരുന്നു. പോത്തച്ഛൻ്റെ പോത്തും ദൈവത്തിന് വേണ്ട, കറിയായുടെ കാളയും വേണ്ട. മനസ്സിലായോ? നിന്റെ ആടും വേണ്ട, കാളയും വേണ്ട, മാടും ഒന്നും ദൈവത്തിന് വേണ്ടെന്ന്. അല്ലെ അങ്ങോട്ട് എന്തുമായിട്ട് ചെല്ലുവന്ന മീഖ പ്രവചനം 6:6 വായിര്. മീഖ 6:6 പെട്ടെന്ന് വായിച്ചു. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്, ചോദ്യമാ എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലുവന്ന്. അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. അടുത്തത്, ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടകളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ചെല്ലണോ? ചോദ്യമാ. ചെല്ലണോ? ചെന്നിട്ട് കാര്യമില്ലെന്നായി പറഞ്ഞത്. ചെല്ലണോ? 1000 ആട്ടുകൊറ്റനിലും 1000 തൈല നദികളിലും യഹോവ പ്രസാദിക്കുമോ? പിന്നെ എന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെ, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി എന്റെ ഉദരബലത്തെയും കൊടുക്കണമോ? അപ്പൊ ശ്രദ്ധിച്ചേ, എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല. ആടുമായിട്ട് അങ്ങോട്ട് ചെല്ലണ്ട, കാടും കൊണ്ടും ചെല്ലണ്ട, മാടുമായിട്ടും ചെല്ലണ്ട. അതെന്നാ? ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതല്ലേ? ആണെന്ന്. സമുദ്രത്തെ നോക്കിയിട്ട് പറഞ്ഞു ഉണ്ടാകട്ടെന്ന്. വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു. ഉണ്ടാകട്ടെ. അന്നേരം ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പറയാം, ഇപ്പോഴത്തെ രീതി വെച്ചങ്ങ് പറയുക, എല്ലാത്തിൻ്റെയും ഒന്നും പേരറിയാൻ മേല, എങ്കിലും ഓർമ്മയുള്ളത് പറയാ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കടലിൽ, സമുദ്രത്തിൽ തിമിംഗലം മുതൽ ചൂട വരെ ഉണ്ടായി. ഒറ്റ വാക്കുകൊണ്ട്. അന്നേരം നീ 2 ചൂരയായിട്ട് ദൈവത്തിന്, ചൂരയുടെ വാലയെ പിടിച്ചോണ്ട്, ഇവിടെ എന്നാ ചൂരയെന്നാണോ പറയുന്നത്? എവിടെ പോകുന്നു? ദൈവത്തിന് ചൂരയോ? അപ്പൊ സ്വർഗം വേണ്ട, തിമിംഗലം ഉണ്ടാക്കി എനിക്ക് അന്നോട് ആ ചൂരയായിട്ട്. ഈ ഭൂമിയെ നോക്കിയിട്ട് ദൈവം പറഞ്ഞ അതത് ജീവജാലങ്ങൾ, ഇപ്പോഴത്തെ രീതി വെച്ച ആന മുതൽ അരണ വരെ, പക്ഷിവർഗത്തേനോ പക്ഷികൾ കൂട്ടമായിട്ട് പക്ഷികൾ പറക്കട്ടെന്ന് പറഞ്ഞു. അയ്യോ, കുരുകില് മുതൽ ഗരുഡൻ വരെ. അന്നേരം നമ്മൾ 2 കോഴിയായിട്ട് എവിടെ പോകുന്നത്? ദൈവത്തിന് കോഴി. പിന്നെ പുള്ളി അടവെക്കാൻ പോവല്ലയോ? ദൈവത്തിന് നിന്റെ മുട്ടയും വേണ്ട, തൊട്ടിയും വേണ്ട, പട്ടിയും വേണ്ട, ചട്ടിയും വേണ്ട, കുട്ടിയും വേണ്ട, ആടും വേണ്ട, മാടും വേണ്ട, കാടും വേണ്ട, ഒന്നും ദൈവത്തിന് ആവശ്യമില്ലെന്ന്. 50:9 സങ്കീർത്തനം പെട്ടെന്ന് വായിച്ചോ, നേരം പോകുന്നു. 50:9 ഒരു പ്രാസത്തിൽ ഇരിക്കട്ടെ. 50:9. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടിൻ കോറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. ദൈവം പറയുക, വെണ്ണമേ ഇതൊന്നും വേണ്ടെന്ന്. നിന്റെ വീട്ടിൽ നിന്നുള്ളതൊന്നും പുള്ളിക്ക് വേണ്ട. കൊണ്ടു കൊടുക്കുന്ന ആടേതാ? ഒന്ന് കറക്കാൻ സമ്മതിക്കുകയില്ല, 2 കിലോ ചൊരത്തൊന്നുമില്ല, പിടിച്ച് ഞാനാ പോലും ഇച്ചിരി പാലില്ല. അതുമായിട്ടാ ദൈവത്തിന്. അവസാനം ഒരു തൊഴിയും കിട്ടി. ഉടനെ പറഞ്ഞ, ആ തൊടിക്കുന്ന ആടിനെ ഇനി ഇവിടെ നിർത്തുന്നില്ല, പള്ളിക്ക് കൊടുക്കുകയാണ്. പള്ളി വേറെ തൊഴി ഉണ്ടല്ലോ. ദൈവത്തിന് ഇതൊന്നും വേണ്ടെന്ന്. നിന്റെ തൊഴുത്തിൽ നിന്ന് എന്താ ഈ കൂടെ കൂടിഞ്ഞോട്ട് വരുന്നത്? അവിടെ ഞാനും ഇരിക്കേ. കോലാട്ടും കൊറ്റനെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗങ്ങളും. ഇതുവായിരുന്നു, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതുവായിരുന്നു. പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളൊക്കെയും. നിന്റെ തൊഴുത്തിൽ നിന്നോ നിന്റെ ആറ്റും കൂട്ടത്തിൽ നിന്നോ ഒന്നും എനിക്കൊന്നും വേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം നിന്നെയാണ്. ഇന്ന് രാത്രി നിന്റെ ഉള്ളത്തിൽ വസിക്കുവാനാ ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സുവിശേഷത്തിന്റെ വിശേഷത 1, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, ദേശത്തെ രക്ഷിക്കും, രാജ്യത്തെ രക്ഷിക്കും, രാഷ്ട്രങ്ങളെ രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു രക്ഷകൻ.
ഓടിച്ചു വാ, ഇനി വിവരിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടുക. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗം. രണ്ട്, ഇത് സമാധാനത്തിന്റെ മാർഗമാണ് സുവിശേഷം. അറിവുള്ള വാക്യമായി എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 വായിച്ചു. എന്താ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. വായിര്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പായി. കണ്ടോ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഒരു കാലത്ത് ഇവിടെ ഇരിക്കുന്ന പലർക്കും സമാധാനവും സ്വസ്ഥതയും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എന്ത് സമാധാനത്തോടായിരിക്കുന്നത്? ഈ മൈക്ക് ഈ സഹോദരന്മാരുടെ കയ്യിൽ കൊടുത്താൽ പലരും ഇങ്ങോട്ട് കയറി വന്ന് പറയും, അയ്യോ ഒരു കാലത്ത് ഒരു സമാധാനവും ഇല്ലായിരുന്നു, എന്നാൽ യേശുവിന്റെ ഉള്ളത്തിൽ വന്നു, എനിക്ക് സമാധാനമാണ്. ഈ മൈക്ക് ഈ അമ്മമാരുടെ കയ്യിലോട്ടും സഹോദരിമാരുടെ കയ്യിലോട്ട് കൊടുത്ത് അവർ നന്നായിട്ട് പറയും, എൻ്റെ പൊന്നു ദൈവമേ ഒരു കാലത്ത് ഞങ്ങൾക്ക് ആർക്കും സമാധാനമില്ല, അന്ന് വെച്ച കഞ്ഞി പോലും കുടിപ്പിച്ചിട്ടില്ല, അടിയും ബഹളവും തെറിയും വഴക്കും അലോകി എന്തെല്ലാം വൈതരണികളാ. ഓ സമാധാനം കിട്ടാൻ എവിടെല്ലാം ഞാൻ ഉരുണ്ടു നടന്നു, നിരങ്ങി കാമന്ന് വീണു, എവിടെല്ലാം എന്തെല്ലാം കൊണ്ട് കൊടുത്തു, എന്തെല്ലാം ചെയ്തു, എന്നിട്ടോ ഒരു ഗുണവും വന്നില്ലെന്നാ ഇരമ്യാവ് എഴുതിയേക്കുന്നത്. മിഹ പറയുക, സകല മുഖവും വിളറിയിരിക്കുന്നു. മുഖം വിളറിയതല്ലാതെ ഗുണം വരാതിരുന്നതല്ലാതെ. എന്നാൽ യേശു ഉള്ളത്തിൽ വന്നപ്പോൾ അവിടുന്ന് സമാധാനമുണ്ടായി. യേശുവിന്റെ ഒരു പേര് തന്നെ എന്നാന്നറിയാമോ? സമാധാനപ്രഭു. പല പേരിൽ പര്യായമേ, അതിലൊരു പേരാണ് സമാധാനപ്രഭു. ഇന്ന് രാത്രി സമാധാനപ്രഭു ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലോ നേരം പോയിട്ട് എന്ത് സമാധാനത്തോടായിരിക്കുന്നേ? വേറെ വല്ലോടത്ത് വന്നേ ഇങ്ങനെ ഇരിക്കുമോ? ഇരിക്കുകയല്ല. അതെന്നാ സമാധാനമാ. ഇവിടെ ഇരിക്കുന്നത് പലർക്കും കടഭാരമുള്ളവരുണ്ട്, എന്നിട്ടും എന്ത് സമാധാനത്തോടായിരിക്കുന്നേ? കടവുള്ളവർ കൈപൊക്കിക്കുക, തരാനല്ല അറിയാനാ. ആണ്ടിരിക്കുന്ന എല്ലാം മിക്കതും കടവാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കടവുണ്ട് എന്ന് കൈപൊക്കിക്കേ. ആണ്ടിരിക്കുന്ന 2 എണ്ണം ഉണ്ടോ? എങ്കിലും ഇങ്ങോട്ട് നോക്കിയേ, എന്ത് സമാധാനത്തോടാണ് ഇവിടെ ഇരിക്കുന്നേ? മോക്ക് വിഷയമൊന്നും ഇല്ലല്ലോ അല്ലേ? ആട്ടെ. കല്യാണം കഴിച്ചോ? കഴിച്ചു കഴിയാന്നേരം ഞാൻ പറയാം. അതാ നീ കൈ പോക്കാതെ. കല്യാണം കഴിച്ചോ? അതാ പുള്ളിക്ക് കണ്ടോ, കഴിച്ചതാണോ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പല വിഷയങ്ങളൊക്കെ ഉള്ളവരാ. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കൈ ഒന്ന് പൊക്കിക്കെ, വെച്ച് തരാനല്ല അറിയാനാ. ആട്ടെ, 2-3 ഉള്ളോ? 1 2 3 കയ്യേ ഞാൻ 4 5 എന്നാ ഇനി വേണ്ട. പക്ഷെ എന്ത് സമാധാനത്തോടാ ഇവിടെ ഇരിക്കുന്നേ അല്ലേ? വാടകയ്ക്ക് താമസിക്കുന്നവർ കാണും, കൈ പൊക്കിക്കേ. ഉണ്ട്, സമാധാനത്തോടെ ഇരിക്കുന്ന കണ്ടോ? നിങ്ങൾ ഓർക്കുക, ഞങ്ങൾക്ക് ദൈവദാസന്മാർക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. കാരണം എന്തെല്ലാം ഇല്ലേ? പ്രശ്നമില്ലേ? പറയണ്ട പ്രശ്നം എന്നാന്ന് ഇല്ലേ? ഉണ്ട്. എന്നാലും ആ മുഖഭാവം നോക്കിയേ, പ്രസന്നവദനരായിട്ട് ഇരിക്കുകയല്ലോ. എന്നാ? യേശു ഉള്ളത്തിൽ വന്നതാ. അതെന്നാ വിശേഷത? അവിടുന്ന് സമാധാന പ്രഭുവാ. ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരും. കടം കൂടിയിട്ടാന്നോ ചെക്കിങ് നടത്തിയിട്ടാന്നോ എന്തുവാന്ന് അറിയത്തില്ല, വെടിവെച്ച് ചത്തില്ലയോ ഒരു വലിയ ബിസിനസ്സുകാരൻ അടുത്ത കാലത്ത് ഇല്ലേ? കാശില്ലാഞ്ഞിട്ടാന്നോ, വീടില്ലാഞ്ഞിട്ടാന്നോ, സ്വന്തമായിട്ട് സ്വയം നിറയൊഴിച്ച് കളഞ്ഞു. വയനാട്ടിലൊരു മനുഷ്യനുണ്ടായിരുന്നു, കപ്പലിയോയി നങ്ങാണ്ട പേര്, എത്ര മുറിയായിരുന്നു വീട്, എന്തിയേ? വീടില്ലാഞ്ഞിട്ടാന്നോ? അപ്പം വീടല്ല സമാധാനം തരുന്നേ, കാശുമല്ല സമാധാനം തരുന്നേ, അല്ല. ആരോഗ്യവുമല്ല ഈ സമാധാനം തരുന്നത്. സമാധാനം തരുന്നത് ദൈവമാണ്. ആ ദൈവത്തിന്റെ വിശേഷമായ പേരാ സമാധാന പ്രഭു. കഞ്ഞി തരുന്ന പ്രഭു എന്നല്ല. ആണോ? ചിക്കൻ തരുന്ന പ്രഭു എന്നാണോ? ചിക്കൻ പ്രഭു? നിങ്ങൾക്കൊന്നും അറിയാൻ മേല. മട്ടൻ പ്രഭു എന്നാണോ? ബിരിയാണി പ്രഭു അങ്ങനെ ആണോ? നിങ്ങൾ എന്തേലും ഒന്ന് പറ. ഇത് മട്ടൻ പ്രഭുവും ബിരിയാണി പ്രഭുവും ഒന്നുമല്ല, അവിടുന്ന് സമാധാന പ്രഭുവാ. ഇന്ന് രാത്രി ഈ സുവിശേഷം നിനക്ക് സമാധാനം തരും. സമാധാനം തരുന്ന മാർഗമാണ്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ സുവിശേഷം നിനക്ക് സമാധാനം തരും. ഈ സമാധാനം എങ്ങനത്തെയൊക്കെയാ? അത് 2 കാര്യം പറയാം. ഒന്ന്, ദൈവത്തോട് സമാധാനം. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ദൈവത്തോട്
അതിനാ ഒരു കാലത്ത് ഞാനും നിങ്ങളും എല്ലാം ദൈവത്തിനെതിരായിരുന്നു. ദൈവം നമുക്കെതിരല്ല, നമ്മളെതിരായിരുന്നു. ദൈവം ആർക്കും എതിരല്ല കേട്ടോ. ദൈവം ആർക്കും ശത്രുവല്ല. നമ്മളാ ദൈവത്തിനെതിര്. ദൈവത്തെ വിളിക്കാതെ, ദൈവത്തെ ഭജിക്കാതെ, ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തോട് അനുരൂപപ്പെടാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താതെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ചെയ്ത് ദൈവം പറഞ്ഞതിനെല്ലാം എതിര് കാണിച്ച് നമ്മളായിരുന്നു എതിര്. ദൈവം ആർക്കും ശത്രുവല്ല. അതിനാ അയ്യോ ദുഷ്ടന്മാരുടെ മേല് നീതിമാന്മാരുടെ മേല് മഴയും മഞ്ഞും അയക്കുന്നവനാ ദൈവം. സൂര്യൻ ദൈവത്തെ വിളിക്കുന്നവർക്ക് മാത്രമാണോ സൂര്യൻ? അല്ല, എല്ലാവർക്കും കൂടെ ഒരു സൂര്യൻ. അതാ ദൈവം സ്നേഹമാ. ചന്ദ്രൻ ദൈവത്തെ വിളിക്കുന്നവരുടെ ഏരിയയായി മാത്രമാണോ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത്? എല്ലാവർക്കും കൂടെ. ജീവശ്വാസം ദൈവത്തെ വിളിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ? അല്ല, നിരീശ്വരവാദിക്കും കൊടുത്തിരിക്കുക. അവനും ഇത് ശ്വസിച്ചോണ്ടാ എതിര് പറയാൻ ഇല്ലെന്ന്. അങ്ങനെ ഇല്ലെന്ന് പറയുമ്പോഴും അവിടുന്ന് സ്നേഹത്തോടെ അവനോട് ഇടപെടുക. ദൈവത്തിന് എന്ന് പറഞ്ഞ ദൈവമാർക്കും ശത്രുവല്ല. നമ്മളായിരുന്നു ദൈവത്തിന് ശത്രു. പക്ഷെ ആ ശത്രുക്കളാകുന്ന നമ്മെ സ്നേഹിച്ച യേശു ഇവിടേക്ക് വന്നത്. ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളാകുന്ന നമ്മെയും ദൈവത്തെയും കൂടെ യേശു യോജിപ്പിച്ച് സമാധാനത്തിലാക്കി. ആശയം പറഞ്ഞതാ, ഉപദേശമല്ല ആശയം. ക്രൂശിൽ ഇങ്ങനെ 2 കൈ ആണിയടിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ്. ഒരു കൈ ദൈവത്തെ പിടിച്ചു, ഒരു കൈ നമ്മളെ പിടിച്ചു. ശത്രുക്കളും പാപികളും എതിരികളുമാകുന്ന നമ്മെ ആ ദൈവത്തോട് നിരപ്പിച്ച് സമാധാനത്തിലാക്കി. ഇപ്പം നമുക്ക് ദൈവത്തോട് സമാധാനമാണ്. സമാധാനം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ദൈവമേ എന്ന്. ഇടയ്ക്ക് ആരും വേണ്ട. നേരത്തെയൊക്കെ അന്ന് ഇടയ്ക്ക് വേണം, അമ്മാമ്മേ ഒന്ന് പറയണേ, അച്ചായ എൻ്റെ കാര്യം ഒന്ന് പറയണേ, അന്തോച്ചാ ഒന്ന് പറഞ്ഞേക്കണേ എൻ്റെ കാര്യം. നമുക്ക് അങ്ങോട്ട് അടുക്കാൻ മേല, കാരണം നമ്മൾ എതിരാ. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ നേരിട്ട് എന്ന് പറയാ, എൻ്റെ ദൈവമേ എൻ്റെ കണ്ണ് നിങ്കിലേക്ക് ഉയർത്തുക, എൻ്റെ കൈ നിങ്കിലേക്ക് മലർത്തുക. ഇപ്പൊ നമുക്ക് സമാധാനം ഉള്ളത് കൊണ്ട് നേരിട്ട് കാര്യം പറയാം. നേരിട്ട് ഒരു പുരോഹിതനും വേണ്ട, അച്ഛനും വേണ്ട, കപ്പിയാരും വേണ്ട, ഉപദേശിയും വേണ്ട, സെൻട്രൽ പാസ്റ്ററും വേണ്ട, മധ്യസ്ഥനും വേണ്ട, മധ്യസ്ഥതയും ഒന്നും വേണ്ടെന്ന്. അതെന്നാ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്റെ ജീവനെ മറവിലയായി തന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി അവിടുന്ന് ആമൻ സമാധാനമാണ്. ദൈവത്തിന് മഹത്വം. വേണ്ട, കൃത്യം 9:30 നിർത്തി. ഇതിൻ്റെ ബാക്കി നാളെ നമുക്ക് ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. നിങ്ങൾ ഇതുവരെ സഹകരിച്ചിരുന്നതിന് ഒത്തിരി നന്ദി. കർത്താവ് നാളെ വരുമോ? വരുന്നവരൊന്ന് കൈപോക്ക്. എല്ലാവരും വരിക, എന്നാ നല്ല കാര്യം. നാളെ ഇച്ചിരി നേരത്തെ വരാമോ? വരിക, എന്നേ ഇച്ചിരി നേരത്തെ തുടങ്ങിയാൽ എനിക്ക് പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്യാം. സമീപവാസികളെ, സ്ഥലവാസികളെ, ദേശവാസികളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരവും പറഞ്ഞു തന്നെ ഒന്നുകൂടെ ആവർത്തിക്കുക. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും സകല സൃഷ്ടികളും. ആര് പറയണം? രക്ഷിക്കപ്പെട്ടവരെല്ലാം ഇത് പറയണം. എങ്ങനെ പറയണം? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. 6 എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ കേൾക്കണം. 7 സുവിശേഷത്തിൻ്റെ വിശേഷത. 2 കാര്യം പറഞ്ഞു. 1 സുവിശേഷം രക്ഷിക്കും. 2 സുവിശേഷം സമാധാനം തരും. ഇന്ന് രാത്രി സമാധാനത്തോടെ പോകും. നാളെ അവിടുന്ന് അനുവദിച്ചാൽ ഒന്നിച്ചു കൂടാം. യേശു സമാധാന പ്രഭുവാ, യേശു ദൈവമാ, യേശു ക്രിസ്തു ആമേൻ രക്ഷ തരുന്നവനാ. ഇന്ന് രാത്രി ആ കർത്താവിനെ അനുസരിച്ചു ആരാധിച്ചും മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്കെല്ലാം കൃപ നൽകട്ടെ. ഗായക സംഘം മുമ്പോട്ട് വന്ന് ഒരു പാട്ടിൻ്റെ ഈരടി പാടുമ്പോൾ നിങ്ങളൂടെ ചേർന്ന് പാടണം. നിങ്ങളെല്ലാം ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. എഴുന്നേക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോകും. അപ്പം ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. സ്റ്റേജിലുള്ളവർ എഴുന്നേറ്റു. പിന്നെ അത്യാവശ്യം പോകേണ്ടവർക്ക് ഇറങ്ങി പോകുകയും ചെയ്യാം. അപ്പോൾ എനിക്കൊന്ന് കാണുകയും ചെയ്യാം ആരാ പോകുന്നെന്ന്. പരിചയമുള്ളവരാന്നേ ഒന്ന് അറിയാമല്ലോ. ഇപ്പോൾ ഒരു പാട്ട് ഇവിടെ പാടുമ്പോൾ കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.
ഒരിക്കൽ കൂടി ദൈവത്തെ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ, അല്പസമയം ദൈവത്തെ സ്തുതി, അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു രക്ഷിക്കുന്നവൻ, യേശു സമാധാനം തരുന്നവൻ. അല്പസമയം എല്ലാ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അടച്ചു, അവൻ എന്നെ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അടച്ചു, അവൻ എന്നെ കൈയടിച്ച് ചേർന്ന് എന്നെ നടത്തിയിടുന്നു. അവൻ യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് പാട്ടും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും പാട്ടും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഓ പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. ഓ പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. ഓ യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000 അതിശ്രേഷ്ഠനവൻ. ഓ യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും പാട്ടും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും പാട്ടും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. ഓ നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. ഓ അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. ഓ യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും പാട്ടും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും പാട്ടും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. ഓ സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അടച്ചു, അവൻ എന്നെ താങ്ങി, ഭുജബലത്താൽ എന്നെ നടത്തും അവൻ. ഓ അവൻ എന്നെ അടച്ചു, അവൻ എന്നെ താങ്ങി, ഭുജബലത്താൽ എന്നെ നടത്തും അവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് പാട്ടും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും 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 പാട്ടും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ദൈവദാസന്മാർക്ക് വിധിക്കാം. ഇന്ന് രാത്രി അല്പം വൈകിയാ വന്നെങ്കിലും നിങ്ങളെല്ലാം ക്ഷമയോടെ എന്നെ കേട്ടതിന് നന്ദി. കർത്താവ് അനുവദിച്ചാൽ നാളെയും നമുക്ക് ഒന്നിച്ചുകൂടെ നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ ഒന്നിച്ചുകൂടാ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം അനൗൺസ്മെന്റ്